ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോളിഫ്ലവർ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. കോളിഫ്ലവർ ചില്ലി റെസിപ്പി നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ് ഈ ഒരു റെസിപ്പി. മാത്രമല്ല ഇൻഗ്രീഡിയൻസും കുറവാണ്. കുറച്ച് മാത്രമേ ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. അത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. മാത്രമല്ല വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് കോളിഫ്ലവർ ഫ്രൈ തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് കോളിഫ്ലവർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. ചെറിയൊരു സൈസിലുള്ള ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം എടുക്കുമ്പോൾ നല്ല തിളപ്പിച്ചെടുത്ത വെള്ളം, നല്ല ചൂടോടുകൂടിയുള്ള വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കോളിഫ്ലവർ മുങ്ങുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റൊക്കെ ഈ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കോളിഫ്ലവർ ഒന്ന് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. പിന്നെ കൂടുതൽ സമയം തിളപ്പിച്ചെടുത്ത വെള്ളത്തിൽ കോളിഫ്ലവർ സോക്ക് ചെയ്യരുത്. അങ്ങനെ വരുമ്പോൾ അത് ഓവർ കുക്കാവും. അപ്പോൾ അതുകൊണ്ട് 2 മിനിറ്റൊക്കെ മതിയാവും. ഇവിടെ ഞാനിപ്പോൾ 2 മിനിറ്റിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞു. എന്നിട്ട് വീണ്ടും നന്നായിട്ട് കഴുകിയെടുത്തു. ആ വെള്ളമൊക്കെ ഊറ്റി വെച്ചതാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. 2 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ പേസ്റ്റ് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കറിവേപ്പില ഒന്ന് നുറുക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലും കൂടെ നുറുക്കിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ട്, അപ്പോൾ നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് കൂടെ ചേർക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു തിക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടൊക്കെ വെള്ളം ചേർത്ത് കൊടുത്തോളൂ. കോളിഫ്ലവർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കോളിഫ്ലവർ കട്ട് ചെയ്യുമ്പം ചെറിയ സൈസിൽ ചെറിയ ഇതളുകളായിട്ടാണ് ചേർക്കുന്നതെങ്കിൽ നല്ലതാണ്. പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. പിന്നെ ഈ മസാലയൊക്കെ കോളിഫ്ലവറിൽ നന്നായിട്ട് പിടിച്ച് വരികയും ചെയ്യും. മിക്സ് ചെയ്തിട്ട് മിനിമം അരമണിക്കൂറെങ്കിലും വെക്കണം. കൂടുതൽ സമയം വെച്ചാൽ നല്ലതാണ്. പിന്നെ ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ അരമണിക്കൂറെങ്കിലും വെക്കണം. ഫ്രിഡ്ജിലൊക്കെ വെക്കാം. അരമണിക്കൂറിന് ശേഷം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലാണ് വേണ്ടുന്നത്. ഫ്ലെയിം നന്നേ കൂടാനും പാടില്ല, എന്നാൽ ലോ ഫ്ലെയിമിലാവാനും പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മിനിറ്റിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞത് മനസ്സിലാവും. അപ്പോൾ അതുവരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിവിടെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പൊക്കെ ആവശ്യമെങ്കിൽ ചേർത്തിട്ട് അടുത്തത് തയ്യാറാക്കിയെടുക്കാം. കോളിഫ്ലവർ ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കുന്നതാണെങ്കിൽ കഴിക്കാം. ഇല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മാത്രമാണ് കഴിക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. നല്ലെണ്ണ അല്ലെങ്കിൽ കോളിഫ്ലവർ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ തന്നെ എടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 3 വെളുത്തുള്ളിയും 3 പച്ചമുളകും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ ചൂടായിട്ട് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. നല്ല കളർ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ടൊന്നും നിൽക്കേണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതിയാവും.
ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ ഞാൻ നേരത്തെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തല്ലോ, അതിന് പകരം നിങ്ങൾ സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ കുരുമുളക് പൊടിയുടെ ആവശ്യമൊന്നും വരില്ല. എരിവ് കൂടുതലാണെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട, അപ്പോൾ നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ലോ ഫ്ലെയിമിലാണ് വേണ്ടുന്നത്, ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനലിൽ കോളിഫ്ലവർ ചില്ലിയും ഗോബി മഞ്ചൂരിയനും ഒക്കെ കാണാത്തവരാണെങ്കിൽ കാണുക, ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്